പ്രാർത്ഥന എന്ന് പറയുന്ന ഒറ്റ കാര്യം കൊണ്ട് എത്രമാത്രം ഒരു വ്യക്തിക്ക് ഉയരാനാകും എന്നുള്ള ഒരു ആലോചനയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് തരുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെങ്കിലും, ആരും അനുകൂലിച്ചില്ലെങ്കിലും, ഭവനത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുവാൻ ആരുമില്ലെങ്കിലും, നിങ്ങൾക്ക് നല്ല കഴിവോ ജ്ഞാനമോ വിദ്യാഭ്യാസമോ ഇനി കുലമഹിമയോ അതും ഇല്ലെങ്കിലും നിങ്ങൾ ഉയരും, നിങ്ങൾ ഉയർത്തപ്പെടും. എപ്പോഴാണെന്നറിയാമോ? പ്രാർത്ഥിക്കുമ്പോൾ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ മുഴുവൻ പശ്ചാത്തലങ്ങളെയും ബ്രേക്കാക്കി ദൈവത്തിൻ്റെ ഒരു ലൈനകത്ത് കയറി നിൽക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് യബ്ബേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഒരു ഭാഗത്താണ് എഴുതിയിരിക്കുന്നത്, ഒരു ഭാഗത്ത്. ആ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പശ്ചാത്തലമില്ല, അദ്ദേഹം യഹൂദന്മാരുടെ ഇടയിൽ ജനിച്ചവനായിട്ട് കാണുന്നില്ല, മറ്റേത് വിഭാഗക്കാരനാണെന്നൊന്നും കൊടുത്തിട്ടില്ല. സാധാരണഗതിയിൽ ഇസ്രായേൽ ജനങ്ങളുടെ വംശാവലി എഴുതിയിരിക്കുന്ന ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ വന്നപ്പോൾ ഇടയ്ക്ക് ഒരു മനുഷ്യൻ്റെ സംഭവം, ഒരു മനുഷ്യൻ്റെ ചരിത്രം ഇടയ്ക്ക് കയറ്റുകയാണ്. യബ്ബേസ്, 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-ാം വാക്യം. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവന് യബ്ബേസ് എന്ന് പേരിട്ടത്. യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, എൻ്റെ അതിര് നീ വിസ്താരമാക്കണം, നിൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ കൊണ്ട് എന്നെ കാക്കണം. അപ്പോൾ എൻ്റെ അതിര് വിസ്താരമാക്കണം, എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരരുത്, നിൻ്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. അപ്പം ഇങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചതിനെ, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകിയെന്നാണ്. ഹല്ലേലൂയ. യബ്ബേസിൻ്റെ ചരിത്രം പഠിക്കാത്തവരായിട്ട് ബൈബിളിൽ ആരും കാണുകയില്ല. യബ്ബേസിൻ്റെ പശ്ചാത്തലമോ മുൻപോട്ടോ അതിനപ്പുറത്തേക്ക് സംഭവിച്ചോ ഒന്നും എഴുതിയിട്ടില്ല. എന്തിനാണെന്നറിയാമോ ഈ ഒരു സംഭവം നമ്മളെ കേൾപ്പിക്കുന്നറിയാമോ? യാതൊരു മനുഷ്യൻ്റെയും പശ്ചാത്തലമല്ല അവനെ വലിയവനാക്കുന്നത്. അതുകൊണ്ട് വലിയവരായ ആളുകളുണ്ട്, അതില്ലെങ്കിലും വലിയവരാകാം, അല്ലെങ്കിൽ മുന്നോട്ട് വരാം, ഉയരാം. ഇനി വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലാത്തവനെയും ദൈവത്തിന് ഉയർത്താൻ പറ്റും. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞതോ ഇനി അവർ ഉപേക്ഷിച്ച് കളഞ്ഞതോ വ്യക്തിയാണോ, അവർ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാ, പക്ഷെ ഉപേക്ഷിക്കപ്പെട്ടാൽ ഉയരില്ലെന്ന് ചിന്തിക്കരുത്, അവനും ഉയർത്തപ്പെടാൻ പറ്റും. ദാവീദ് പറഞ്ഞില്ലേ, എൻ്റെ അപ്പനും അമ്മയും കൂടെ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളും. 27-ാം സങ്കീർത്തനം 10-ാം വാക്യം. അപ്പോൾ ഇങ്ങനെ അനുകൂല ഘടകങ്ങൾ അനുകൂലമായിരിക്കണം. ഒരു മനുഷ്യൻ്റെ ഉയർച്ചയ്ക്ക് അനുകൂലമായി വരേണ്ട ഒരു ഘടകവും യബ്ബേസിൻ്റെ ജീവിതത്തിൽ ഇല്ലാതിരുന്നിട്ടും, അവൻ ജനിച്ച സമയം മുതൽ യബ്ബേസ് എന്നുള്ള പേരൊരു പക്ഷേ വ്യസനപുത്രൻ എന്നുള്ള ആ അർത്ഥത്തിൽ തന്നെ ആയിരിക്കാം ഇട്ടിരിക്കുന്നത്. അവൻ്റെ അമ്മ പറഞ്ഞെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെ എന്തെല്ലാം കളിയാക്കി പേര് വിളിച്ചാലും അമ്മമാർ വിളിക്കത്തില്ല. അവർക്ക് അവരുടെ കുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ്. അപ്പോൾ അമ്മയാണ് പറഞ്ഞത് നീ വ്യസനപുത്രനാണെന്ന് പറഞ്ഞ്. പക്ഷെ അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പോൾ അവനൊരു അറിവ് കിട്ടി, ഇസ്രായേലിൻ്റെ ദൈവം രക്ഷിക്കുന്ന ദൈവം, വിടുവിക്കുന്ന ദൈവം, സ്ഥിതി മാറ്റുന്ന ദൈവം, ഉയർത്തുന്ന ദൈവം. യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. എന്നെ അനുഗ്രഹിപ്പാൻ ആരുമില്ല, കൈത്താങ്കൾ തരാൻ ആരുമില്ല, അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ ആരുമില്ല, പക്ഷെ നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെ അങ്ങനെ ഗൈഡ് ചെയ്യാൻ ആരുമില്ലെങ്കിലും, നിങ്ങൾ കൈത്താങ്കൾ തരാൻ ആരുമില്ലെങ്കിലും ദൈവത്തിൻ്റെ അടുക്കൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ദൈവം കൈവിടത്തില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന് 26-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, പക്ഷെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ദൈവത്തിന് വേണ്ടത് ഭോഷത്വമായത് മതി എന്ന് പറഞ്ഞാൽ അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ പകരുന്നതും അവനെ കൊണ്ടാണ് ജ്ഞാനികളെ ലജ്ജിപ്പിക്കുന്നത്. അതുകൊണ്ടല്ലേ യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ പരീശന്മാരുടെ കൂട്ടത്തിലുള്ളവരായിരുന്നില്ല, പണ്ഡിതന്മാരായിരുന്നില്ല, പ്രമാണിമാരായിരുന്നില്ല, പരീശന്മാരോ അല്ലെങ്കിൽ ശാസ്ത്രിമാരോ ആയിരുന്നില്ല, സമൂഹം അംഗീകരിച്ച ഉന്നത വിഭാഗക്കാരായിരുന്നില്ല. യഹൂദന്മാരായിരിക്കുമ്പോൾ തന്നെ അവർ മീൻപിടുത്തക്കാരായിരുന്നു. ആ സമൂഹത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തികൾ ടാക്സ് കളക്ടേഴ്സ് ആയിരുന്നു, ചുങ്കം പിരിവുകാരായിരുന്നു. അങ്ങനെ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ അങ്ങനെയുള്ള ആളുകളെ കർത്താവ് തിരഞ്ഞെടുത്തത്. മറ്റുള്ളവരെ വേണ്ടാഞ്ഞിട്ടല്ല, പക്ഷേ ഇവൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് തിരഞ്ഞെടുത്തെന്ന് മറ്റുള്ളവർ പറയരുത്. അതുകൊണ്ട് ഒരു യോഗ്യതയില്ലാത്തവനെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും,
ഹല്ലേലൂയ. അവന് അതിന് യാതൊരു കഴിവുമില്ല. വേറെ എന്ത് കാര്യം പിടിക്കുന്നതിന് വേണമെങ്കിലും അവന് പറ്റും. പക്ഷേ മനുഷ്യനെ പിടിക്കണമെങ്കിൽ അതിനുള്ള നല്ല വാക്ചാതുര്യം, കഴിവ്, വിദ്യാഭ്യാസം, ജ്ഞാനം, ഏതെല്ലാം ക്വാളിഫിക്കേഷൻ, എലിജിബിലിറ്റി വേണം, അതെല്ലാം വേണ്ടതല്ലേ. ഇതൊന്നും ഇല്ലാത്തവനെ ദൈവം കൃപ കൊടുത്ത് ഇനി പൗലോസിനെ ജാതികളുടെ ഇടയിലേക്ക് ദൈവം അയച്ചു. പൗലോസ് ഭയങ്കര ജ്ഞാനിയാ, പണ്ഡിതനാ. അവന് ഭയങ്കര അവൻ്റെ മാർഗത്തെപ്പറ്റി പറയാൻ ഒത്തിരി കാര്യമുണ്ട്. അവൻ ജാതിയെ ഉയർത്തി പറയാൻ ഒത്തിരി അഭിമാനിക്കാനുള്ള ഒത്തിരി കാര്യമുണ്ട്. പക്ഷെ ഒന്നും വില പോകാത്ത ജാതികളുടെ ഇടയിലേക്ക് ദൈവം അവനെ അയച്ചു. ഒരു കാര്യവും പറയാനില്ലാത്ത പത്രോസിനെയാണ് യഹൂദന്മാരുടെ നടുവിൽ യെരൂശലേമിൽ ദൈവം നിർത്തിയത്. ഹല്ലേലൂയ. ഒരിടത്തും നമ്മുടെ കഴിവും പ്രാപ്തിയും പറയാനല്ല, ദൈവത്തിൻ്റെ കൃപയെ നാം പറയേണ്ടത്. ഇന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവം നിങ്ങളെ ഉയർത്തും. ദൈവത്തിന് നിങ്ങളെ മാനിക്കാൻ പറ്റും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ ഉയർച്ച, ദൈവികമായ ഉയർച്ചയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥിച്ചു. ഇസ്രായേലിൻ്റെ ദൈവത്തോട് എബ്ബേസ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ അടുക്കലെത്തി. നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ അടുക്കലെത്തും. ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റും. ഹല്ലേലൂയ. എല്ലാം പ്രതികൂലമാണെങ്കിലും പ്രാർത്ഥിക്കുന്നവന് ദൈവം എല്ലാം അനുകൂലമാക്കി തരും. കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിയിരിക്കുന്നവർ, ഒരു പ്രാർത്ഥനയും കൂടെ ഇരിക്കട്ടെ എല്ലാം ചെയ്തിട്ടെന്നുള്ളതല്ല, ഒരു വഴിയും മുൻപിലില്ല, പക്ഷേ എന്നെ ദൈവം സഹായിച്ചേ പറ്റൂ. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുകയാ, എനിക്ക് സഹോദരന്മാർ എന്നെ അനുകൂലിക്കുന്നില്ല. എന്നാൽ ദൈവം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനാക്കി ദൈവം അവനെ മാറ്റി. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ ദൈവം കൈവിടുന്നില്ല. പ്രാർത്ഥിക്കുന്നവൻ്റെ കയ്യിൽ ദൈവം പിടിക്കുന്നു. പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഉയർത്തുന്നു. ഹല്ലേലൂയ. വേദപുസ്തകം പഠിക്കുമ്പോൾ ഭക്തന്മാരായി വന്നവരും ഉന്നതന്മാരായി തീർന്നവരും ഒക്കെ നിങ്ങൾ നോക്കിക്കോ, അവരെല്ലാം ഒരു സാഹചര്യം അനുകൂലമല്ലാതിരിക്കുന്ന സമയത്താണ് ദൈവം അവരെ കൈപിടിച്ച് ഉയർത്തിയതെല്ലാം. ഹല്ലേലൂയ. ദൈവം കൊണ്ടുവന്ന വഴികൾ ഭയങ്കര വ്യത്യസ്തമാണ്. മോശ എന്ന് പറയുന്ന ഭയങ്കര എന്താ പറയുക, ഇസ്രായേലിൻ്റെ ഹിസ്റ്ററിക്കകത്ത് ഏറ്റവും വലിയ ലീഡറാണ് മോശ. പക്ഷെ അദ്ദേഹം എവിടെ നിന്ന് വന്നെന്നറിയാമോ? വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവനാണ്. ഒരു എന്താ പറയുന്നത്, ഞാങ്ങണപ്പെട്ടകത്തിൽ വെള്ളത്തിലൂടെ ഒഴുകി നടക്കപ്പെട്ടവനാണ്. ആ നാട്ടിൽ ഒരു അടിമയുടെ മകനായിട്ട് ജനിച്ചതാണ്. അടിമയുടെ മകനായിട്ട് ഫറവോൻ്റെ പുത്രിയുടെ വീട്ടിൽ സഹായത്തിന് നിൽക്കുവാനായിട്ടാണ് മോശയുടെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്ന് കുഞ്ഞിന് പാല് കുടിപ്പിച്ചും വളർത്തിയെടുത്തതൊക്കെ. പക്ഷേ അവനെ ദൈവം വളർത്തിയെടുത്തപ്പോഴോ ഈജിപ്റ്റ് കണ്ട ഏറ്റവും മിടുക്കനായിട്ടുള്ള നയതന്ത്രജ്ഞനായി മാറുക മാത്രമല്ല, ഇസ്രായേൽ കണ്ട, അല്ലെങ്കിൽ ലോകം തന്നെ കണ്ട ഏറ്റവും വലിയ ലീഡറായിട്ട് അവൻ മാറി. 20 ലക്ഷത്തിലധികം പേരെ 40 വർഷത്തോളം ഒരു പട്ടണമില്ലാതെ, അല്ലെങ്കിൽ ഒരു രാജ്യമില്ലാതെ, മറ്റ് സംവിധാനങ്ങളില്ലാതെ മരുഭൂമിയിലൂടെ അത്രയും ജനത്തെ നടത്തിയ റെക്കോർഡ്. ഹല്ലേലൂയ. ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല. ഒരുവൻ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പ്രവർത്തിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം ഒരുത്തരെ ഉപയോഗിക്കും. നിങ്ങളെ ഉപയോഗിക്കും, എന്നെ ഉപയോഗിക്കും, നമ്മളെ ഉപയോഗിക്കും. ദൈവം വിശ്വസ്തനാണ്. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം. ഇന്നത്തെ നിങ്ങളുടെ സ്ഥിതി വളരെ മോശമാണെങ്കിൽ അതാണ് നിങ്ങളെ ദൈവം ഉപയോഗിക്കാനുള്ള ദൈവത്തിൻ്റെ യോഗ്യത. ദൈവം നിങ്ങളെ കാണുന്ന യോഗ്യത അത് തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല എന്നുള്ളതാണ് ദൈവം നോക്കിയപ്പോൾ കാണുന്ന യോഗ്യത. എല്ലാം ഉള്ളവരെ ദൈവം മാറ്റിയിട്ടല്ലേ ഒന്നും ഇല്ലാത്തതിനെ ദൈവം തിരഞ്ഞെടുത്തത്. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുക ദൈവം ബലഹീനമായതാണ് തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് നിങ്ങളെ ഉയർത്താൻ പറ്റും, അനുഗ്രഹിക്കാൻ പറ്റും. എബ്ബേസിനെ മാനിച്ച ദൈവം നിങ്ങളെ അതിന് വിശാലമാക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. പ്രിയ കർത്താവേ, വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുകയും എൻ്റെ യേശു അപ്പച്ചൻ അവരെ കരങ്ങളിൽ എടുക്കും, അവരെ ഉപയോഗിക്കും. അവരുടെ ശൂന്യതകളെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി മണ്ഡലമായി മാറാൻ പോകുന്നതിനായി നന്ദി കർത്താവേ. അവരുടെ ഞെരുക്കങ്ങളെല്ലാം ദൈവത്തിൻ്റെ വിശാലതയുടെ തുടക്കമാകുന്നതിനായി നന്ദി കർത്താവേ. അവർ കടന്നു പോകുന്ന ഒരുപാട് ചോദ്യങ്ങൾ, അവർ അഭിമുഖീകരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ, അവരെ നോക്കി അനേകർ ആശ്ചര്യപ്പെടുമാറ് കർത്താവ് ടേൺ ചെയ്യിക്കാൻ പോകുന്നതിനായി നന്ദി. വൻ കാര്യങ്ങൾ ഇവർ നടക്കട്ടെ. ദൈവം മഹത്വത്തിൽ ഇറങ്ങട്ടെ. കർത്താവരെ തുടരണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യട്ടെ. കർത്താവിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. സന്ദേശം കുറേ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.